ഹലോ എമീസ് കാർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവേഴ്സ് അടിച്ച് വരുന്ന സാധനം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ബൊക്കേസ് ഉണ്ടാക്കാൻ പറ്റിയ, ഫ്ലവർ ആക്കാൻ പറ്റിയ, പിന്നെ നമ്മുടെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഈ നിരത്തി വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ അനുബന്ധ സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഈ കാണിക്കുന്ന മെഷർമെൻറ്റിൽ സിസേഴ്സ് വെച്ച് കാണിച്ചതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ ഇത്രയും ഇതൊക്കെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചത് സൈഡ് രണ്ടും ഒന്ന് ഉരുക്കി കൊടുക്കുക. ഓക്കെ, എല്ലാ സംഭവവും അങ്ങനെ ഉരുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം വെറും 3 രൂപ എന്ന് ഞാൻ പറഞ്ഞത്, ഇത് മീറ്ററിന് 3 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും എഫക്റ്റീവായിട്ട് ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും അഡീഷണലായിട്ട് വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതിന് സ്റ്റിക്കായിട്ട് ഞാൻ ഈർക്കിലാണ് ഉപയോഗിക്കുന്നത്. ഈർക്കിലോണ്ടുള്ളൊരു ഡ്രോബാക്കും ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാം അങ്ങനെ ലൈറ്ററിലൊന്ന് കത്തിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അത്രേ പണിയുള്ളൂ, പെട്ടെന്ന് കഴിയും. ഇത് എല്ലാവർക്കും അങ്ങനെ അത്ര ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരൊന്നാവണമെന്നില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുക. ഓക്കെ, ഇത്രയും പെറ്റൽസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും പെറ്റൽസ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒറിജിനൽ റോസ് ആണെന്നേ പറയുള്ളൂ. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പൂവാണ്. അതിന് വീഡിയോയുടെ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, ഈ രീതിയിൽ വെറുതെ ഒന്ന് അലങ്കരിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇത്രയും പെറ്റൽസ് അലങ്കരിച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. കൂട്ടത്തെ പെടാതെ ഒന്ന് അവിടേക്ക് മാറി നിൽക്കുന്നുണ്ട്. നമ്മുടെ അതെന്തോ ഈ പെറ്റൽസിനോട് തെറ്റിയതാവാം. ഇതാണ് ഞാൻ പറഞ്ഞ ഈർക്കിലാണ് ഞാനിത് എടുക്കുന്നത്. പക്ഷേ ഈർക്കിൽ ഞാൻ എടുത്തരും എൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈർക്കിൽ ഇത്രയും വെയിറ്റ് താങ്ങാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് നമുക്ക് ഈർക്കിലിന് ആൾട്ടർനേറ്റീവായിട്ട് അപ്പയുടെ ഉണങ്ങിയ കൊമ്പെടുത്താൽ മതി. ഓക്കെ, ഇത് ഒറിജിനൽ പൂവാണെന്നേ പറയുള്ളൂ. അത്ര അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പൂവ് നമുക്ക് നമ്മുടെ ഗാർഡനിലോ ബൊക്കേസ് ഉണ്ടാക്കാനോ ഇതുപോലെ കുറച്ച് പൂവുണ്ടെങ്കിൽ നമുക്ക് ബൊക്കേസ് ഉണ്ടാക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇതിനി ഞാൻ ഒരു ചെടിയിൽ വെച്ചിട്ട്, ഇത് മുല്ലയുടെ ചെടിയാണ്, അതിൽ വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഷോ ഓഫ് കാണിച്ചാണ്. അടിപൊളിയായിട്ടുണ്ട്. ഒറിജിനൽ പൂവാണെന്നേ പറയും.